തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടിംഗ് മെഷീനും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും സ്ഥാനാർത്ഥികളുടെയും ബൂത്ത് ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ ഒപ്പിട്ട് വളരെ ഭദ്രമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ട്രോങ് റൂമിൽ വെച്ച് സീൽ ചെയ്യുന്നു. ഇനി ഈ റൂമുകളെല്ലാം തുറക്കുന്നത് വോട്ടെണ്ണൽ ദിവസം മാത്രമായിരിക്കും. അതാണ് ചട്ടവും കീഴ്വഴക്കവും. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് കൃത്യം 11 ദിവസം പിന്നിട്ട ഇന്ന് കോഴിക്കോട്ടെ പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം ഞങ്ങളുടെ ഡയറിയും ചില സാധനങ്ങളും സ്ട്രോങ് റൂമിൽ വെച്ച് മറന്നു, അതുകൊണ്ട് റൂം തുറക്കണമെന്ന ബാലിശമായ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തുറന്നു. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, അസംബ്ലി തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള സംശയങ്ങളും പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ദുരൂഹമായ ചില നീക്കങ്ങൾ നടക്കുന്നത്. സ്ട്രോങ് റൂം തുറക്കുന്ന വിവരം ബൂത്ത് ഏജന്റിനെയും സ്ഥാനാർത്ഥിയെയും വിളിച്ചറിയിച്ചപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ എത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഞങ്ങൾ വരുന്നത് വരെ അത് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ചെവിക്കൊള്ളാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലത്രേ. തുടർന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ സ്ഥലത്തെത്തിയപ്പോൾ കാണുന്ന കാഴ്ച സ്ട്രോങ് റൂം തുറന്ന നിലയിലാണ്. ആരൊക്കെയാണ് സ്ട്രോങ് റൂമിനുള്ളിൽ കടന്നത്, അവിടെ എന്താണ് പരിപാടി എന്നൊക്കെ സ്ഥാനാർത്ഥി ചോദിച്ചിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒന്നും വ്യക്തമാക്കിയതുമില്ല, അവരെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചതുമില്ല. തുടർന്ന് സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ ശക്തമായി പ്രതികരിച്ചു. ജനവിധി അട്ടിമറിക്കാനുള്ള ഗൂഢമായ നീക്കങ്ങളാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്നുമൊക്കെ സ്ഥാനാർത്ഥി ശക്തമായി പ്രതികരിച്ചതിൻ്റെ ഫലമായി അവസാനം അവരെ അകത്തേക്ക് കടത്തിവിട്ടു. ഫാത്തിമ തഹലിയ സ്ട്രോങ് റൂമിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, 1-2 പേർ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിൽക്കുന്നു. ഒരാൾ അവിടെ കമ്പ്യൂട്ടറിൽ ചില പേരുകൾ വായിക്കുന്നു. മറ്റൊരാൾ ഫോം 7 കയ്യിൽ പിടിച്ചുകൊണ്ട് വായിക്കുന്ന പേരുകൾ ശരിവെക്കുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വോട്ടുകൾ വെരിഫൈ ചെയ്യുകയാണെന്ന്. ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ അല്ലെങ്കിൽ അയാൾക്ക് എത്ര ഭൂരിപക്ഷം കിട്ടിയെന്ന് നോക്കുമ്പോൾ അതിൽ സ്ത്രീകളുടെ വോട്ട് എത്ര, പുരുഷന്മാരുടെ വോട്ട് എത്ര എന്നൊന്നും വേർതിരിക്കുന്ന പരിപാടി ഇല്ലല്ലോ. എല്ലാം പൗരന്മാരുടെ വോട്ടാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ തന്നെ മറന്നു വെച്ച ഡയറിയും മറ്റ് ചില സാധനങ്ങളും എടുക്കാൻ കയറിയവർ എന്തിനാണ് കമ്പ്യൂട്ടർ ഓണാക്കിയതും അതിൽ വോട്ടുകൾ വെരിഫൈ ചെയ്തതും? ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണം, തുറന്നത് സ്ട്രോങ് റൂമല്ല, മെറ്റീരിയൽ റൂമാണത്രേ. പക്ഷേ സ്ഥാനാർത്ഥി സ്ഥിരീകരിക്കുന്നു, തുറന്ന റൂമിന്റെ മുകൾ ഭാഗത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് സ്ട്രോങ് റൂം എന്ന് തന്നെയാണെന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സീൽ ചെയ്ത സ്ട്രോങ് റൂമുകൾ വോട്ടെണ്ണലിന് മുമ്പായി തുറക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ അത് തുറക്കാനും ഉള്ളിലേക്ക് കടക്കാനുമുള്ള അനുവാദം സെൻട്രൽ ഫോഴ്സിനാണ്. എന്നാൽ പേരാമ്പ്രയിലെ സ്ട്രോങ് റൂമിൽ കേരള പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥരുമടക്കം പലരും പ്രവേശിച്ചിരിക്കുന്നു. കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് സ്ട്രോങ് റൂമിൽ എന്താണ് കാര്യമെന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ ഉയരുകയാണ്. ലുലു മോളിലെ എക്സിലേറ്ററിൽ തോന്നുന്നത് പോലെ ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പോലെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തിയ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന അതീവ സുരക്ഷാ മേഖലയിൽ തോന്നുന്നത് പോലെ ആളുകളൊക്കെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് പേരാമ്പ്രയിലെ സ്ട്രോങ് റൂമിൽ നമ്മൾ കണ്ടത്. സുഹൃത്തുക്കളെ, അടിമുടി ദുരൂഹത നിറഞ്ഞ നീക്കങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഒരുപക്ഷെ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും. കേരളത്തിലും ജനവിധി അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ ജനങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ഡോസ്. വലിയ പ്രശ്നങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടാകാതെ കുറച്ച് മണിക്കൂറുകൾ മാത്രം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയായി ഇതങ്ങ് മറഞ്ഞു പോകുമെങ്കിൽ ഈ പറയപ്പെട്ട രീതിയിൽ പിന്നീട് കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ കാരണങ്ങൾ പറഞ്ഞ് സ്ട്രോങ് റൂമുകൾ തുറന്ന് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള സാധ്യതകളിലേക്കാണ്, സാഹചര്യങ്ങളിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട UDFന്റെ പ്രവർത്തകരെ, എല്ലാ കാര്യത്തിലും നിങ്ങൾ ചെയ്യുന്നത് പോലെ സമാധാനത്തിൻ്റെയും സംയമനത്തിൻ്റെയും പാതയല്ല ഈ വിഷയത്തിലും നിങ്ങൾ സ്വീകരിക്കേണ്ടത്. പലതരത്തിലുള്ള തൊഴിഞ്ഞായങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമെതിരെ നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം. ജനവിധി അട്ടിമറിക്കുക എന്ന രാജ്യദ്രോഹ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും വേണ്ടി വന്നാൽ നിങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യണം.